മാർഗദീപം. ജീവിതയാത്രയിൽ തളർന്നു വീഴുന്ന സഹയാത്രികരെ കൈപിടിച്ചുയർത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ ലക്ഷ്യത്തോടെ 2005 ഓഗസ്റ്റ് മാസത്തിൽ ഒരു കൂട്ടം ദൈവമക്കൾ കുവൈറ്റിൽ രൂപം നൽകിയ ക്രിസ്തീയ സംരംഭമാണ് മാർഗദീപം. മാതാപിതാക്കളുടെ ദേഹവിയോഗവും കഠിനമായ രോഗാവസ്ഥയും നിമിത്തം വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരാകുന്ന കുരുന്നുകൾക്ക് കൈത്താങ്ങലായി പഠനം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക സഹായവും ജീവിത വിജയത്തിനാവശ്യമായ പരിപോഷണവും നൽകുക എന്നതാണ് മാർഗദീപം ചെയ്തു വരുന്നത്. ആരംഭത്തിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഈ പ്രവർത്തനം കേരളത്തിന് പുറത്ത് ഒറീസയിലും ഹരിയാനയിലേക്കും എത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. നിലവിൽ കുവൈറ്റ്, ഖത്തർ ചാപ്റ്ററുകൾക്ക് പുറമെ കാനഡ, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ദൈവമക്കൾ ഈ ശുശ്രൂഷയെ ആത്മാർത്ഥമായി സഹായിക്കുന്നു. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കൊഞ്ചിരവിള. ഇവിടെ പാർക്കുന്ന നിർധന കുടുംബത്തിലേക്ക് ശ്രുതിയുടെ മാതാപിതാക്കൾ കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റിവരവേ ഒരു അപകടത്തെ തുടർന്ന് പിതാവിൻ്റെ ഒരു കൈയുടെ സ്വാധീനം നഷ്ടമായി. മാതാവ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള ജോലി ചെയ്തു വരവേ കാലിന് പരിക്കേറ്റു വലതുകാൽ മുറിച്ചു മാറ്റുവാനായിട്ടിടയായി. ചേരിയിൽ പാർക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും ദരിദ്രമാണ്. ഇവർക്ക് സ്വന്തമായി ഭവനമില്ല, സ്വന്തമായി ഭൂമിയില്ല. പുറംപോക്കിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് ഇവർ പാർക്കുന്നത്. തികച്ചും ദരിദ്രമായ ജീവിത സാഹചര്യങ്ങൾ. കഴിഞ്ഞ വർഷം മുതൽ ശ്രുതിയെ മാർഗദീപം സഹായിച്ചു വരുന്നു. ശ്രുതി ഒരു ഡിഗ്രി വിദ്യാർത്ഥിയാണ്, പഠനത്തിൽ സമർത്ഥയാണ്. നാം ഇപ്പോൾ ആയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം കൊഞ്ചിറവിള എന്ന് പറയുന്ന സ്ഥലത്താണ്. മാർഗദീപത്തിന്റെ സഹായത്താൽ പഠിച്ചു വരുന്ന പ്രിയ മകൾ ശ്രുതിയുടെ ഭവനത്തിന്റെ പശ്ചാത്തലമാണ്. ശ്രുതിയുടെ മാതാപിതാക്കളാണ് ഇവർ രണ്ടുപേരും. പ്രിയ മാതാവിന് ചില വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വലിയൊരു അപകടത്തെ തുടർന്ന് ഒരു കാല് നഷ്ടപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് പ്രിയ കുഞ്ഞിനെ അവർ പഠിപ്പിച്ചു വരുന്നത്. നിത്യജീവിത ചെലവുകൾ പോലും താങ്ങുവാൻ കഴിയാത്ത നിലകളിൽ വളരെ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബത്തിന്റെ പശ്ചാത്തലമാണിത്. ഇവർക്ക് ഭവനമില്ല, ഇവർക്ക് പതിവ് സ്ഥലമല്ല ഇത്. അതുകൊണ്ട് യാതൊരു ഗവൺമെന്റിന്റെ സഹായങ്ങൾ ഇവർക്ക് ലഭ്യമല്ല. മാർഗദീപത്തിന്റെ സഹായം പ്രിയ ശ്രുതിക്ക് ലഭിച്ചു തുടങ്ങി. ഒരു അപകടം പറ്റി കാലു കട്ട് ചെയ്ത് മാർഗദീപം സഹായിക്കുന്നു. ഞങ്ങളെ മോളെ പഠിത്തത്തിനെല്ലാം സഹായിക്കുന്നു. എനിക്ക് ഭവനമില്ല. ഇതിന് മുമ്പ് അമ്മ കുടുംബശ്രീ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് പറ്റി കാല് മുറിക്കേണ്ടി വന്നു. അപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഇവിടേക്കാണ് മാർഗദീപം ഞങ്ങളെ സഹായിക്കാൻ എത്തിയത്. മാർഗദീപത്തിലൂടെ എനിക്ക് പഠന സഹായവും വീടിൻ്റെ പണി പൂർത്തിയാക്കാനും സാധിച്ചു. മാർഗദീപത്തിലെല്ലാം പിതാവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു മാതാവ് ഓമന. ഭർത്താവ് മരണപ്പെട്ട ശേഷം 8 വർഷങ്ങൾ പിന്നിടുമ്പോൾ പ്രിയ സഹോദരി മാരകമായ ക്യാൻസർ രോഗത്തിന് അടിമയായിത്തു. പലരും സഹായിച്ച് ചികിത്സാ ചെലവുകൾ മുൻപോട്ട് കൊണ്ടുപോയി. എങ്കിലും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒരു ബാലികേറ മലയായി നിൽക്കുമ്പോഴാണ് മാർഗദീപത്തിന്റെ സഹായം പ്രിയ കുടുംബത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയായത്. നാം ഇപ്പോൾ ആയിരിക്കുന്നത് മല്ലപ്പള്ളിയിലാണ്. മല്ലപ്പള്ളിയിൽ മാർഗദീപത്തിന്റെ സഹായത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലോവീസിൻ്റെയും ഫേബയുടെയും ഭവനത്തിൻ്റെ പശ്ചാത്തലമാണ്. ഇത് ഫേബയുടെ മാതാവാണ്. ലോവിസ് കർണാടകയിൽ BSc നേഴ്സിംഗ് 3ാം വർഷ വിദ്യാർത്ഥിയാണ്. മാർഗദീപത്തിൻ്റെ സഹായം ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് സിസ്റ്റർ ഓമന. ഇവരുടെ പിതാവ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ജീവിതത്തിൻ്റെ നിസ്സഹായയുടെ മധ്യത്തിൽ രോഗത്തിൻ്റെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് മാർഗദീപത്തിൻ്റെ സഹായത്തിന് വേണ്ടിയുള്ള ശ്രദ്ധ ക്ഷണിക്കൽ എത്തുവാനായിട്ട് ഇടയായത്. ഏതാണ്ട് 3 വർഷക്കാലമായി മാർഗദീപം ഈ കുഞ്ഞുങ്ങളെ പഠനത്തിൽ സഹായിച്ചു വരുന്നു. മാർഗദീപത്തിൻ്റെ സഹായം ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണെന്നാണ് അവർ പറയുന്നത്. അവരുടെ വാക്കുകളിലേക്ക് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാർഗദീപം വളരെ അനുഗ്രഹവും സഹായം ലഭിക്കുന്നത് വളരെ ആശ്വാസമാണ്. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ചികിത്സയ്ക്ക് ആവശ്യമായതും ഒക്കെ ദൈവം തരുന്നുണ്ട്. മാർഗദീപം ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. കുഞ്ഞുങ്ങളുടെ പഠനത്തിന് അത് വളരെ സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക്
ഇതുവരെയും തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഒരനുഗ്രഹമാണ് അത്. ഞങ്ങൾക്ക് പഠനത്തിന് വളരെ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കും. ഈ മിഷണറി ദൗത്യത്തിന്റെ സുപ്രധാന ഭാഗമാണ് മേഖലാതല സ്നേഹസംഗമങ്ങൾ. മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് കൂട്ടി അവർക്ക് ആവശ്യമായ ആത്മീക പരിപോഷണം പ്രസ്തുത മീറ്റിങ്ങുകൾ ലക്ഷ്യമിടുന്നു. രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളുടെ സാന്നിധ്യവും അനുഭവ സമ്പന്നരുടെ ക്ലാസുകളും ഈ മീറ്റിംഗിന്റെ പ്രത്യേകതകളാണ്. ഗാനങ്ങൾ ആലപിക്കുന്നവരെയും താവേ നിന്റെ വചനം സംസാരിക്കുന്നവരെല്ലാം അവിടുത്തെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം. 2005 ഓഗസ്റ്റ് മാസത്തിൽ തുടക്കം കുറിച്ച യത്നമാണ് മാർഗദീപം. ഈ മാർഗദീപം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ബോധ്യമായപ്പോൾ വളരെ സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം ഒന്ന് വരണം എന്നെനിക്ക് ആഗ്രഹം തോന്നിയിരുന്നു. രണ്ടാമത്തെ മോന് 21 വയസ്സ്. അവന് പൂർണ്ണ വികലാംഗനും ക്യാൻസർ രോഗിയുമാണ്. മൂന്നാമത്തെ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ മാനസികമായി വളരെ തളർന്നു പോയി. എനിക്ക് ആരോടും ഇഷ്ടമില്ലാതെയായി, പിള്ളേരോട് ഇഷ്ടമില്ലാതായി, വീട്ടിലാരെയും ഇഷ്ടമില്ലാതെ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടുമോ എന്നത് ഉള്ള ഭാരമായി. പ്രത്യേകിച്ച് എനിക്ക് മാർഗദീപത്തിനോട് ഒരുപാട് നന്ദി പറയാൻ കേട്ടിട്ടുണ്ട്. 2011 മുതൽ ഈ സമയം വരെ ഓരോ മാസം തോറും അയച്ചു തരുന്ന രൂപ ഒരു നല്ല എമൗണ്ടിൽ കൂടുതലുമായി. അത് എനിക്കറിയാം. എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അത് വലിയൊരു താങ്ങാണ്, ഒരു ആശ്വാസമാണ്. ഞാൻ കഷ്ടപ്പെടുന്ന ഭാരപ്പെടുന്ന സമയത്ത് അവൻ ഓരോന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് ആ പൈസ അവൻ ഉപയോഗിക്കാൻ ദൈവം സഹായിക്കുന്നു. അവൻ 500 രൂപ തിരഞ്ഞെടുക്കും. ആദ്യം ഞങ്ങൾക്ക് 500 കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ 750. അതിൽ 50 രൂപ ഞാൻ പള്ളിയിൽ ദശാംശമായിട്ട് കൊണ്ടിടും. 25 രൂപ ബാങ്കിൽ ഞാൻ പൈസ എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ 25 രൂപ ഞാൻ അത് അവിടെ ഇടും. എന്നിട്ട് എല്ലാ പ്രാവശ്യവും പുറത്തുള്ളൂ, വീട്ടിൽ പറയത്തില്ല. അങ്ങനെ അതിൻ്റെ ഈ ഇത്രയും പൈസ പോയിട്ട് ബാക്കി വരുന്ന കാശ് എൻ്റെ സുഖമില്ലാതെ പൂർണ്ണവിൽ അങ്ങനെ കിടക്കുന്ന എൻ്റെ മോനുണ്ട്. അവൻ്റെ മുഖം മൊത്തം നീരാ. 2:30 അവൻ ഉറക്കം തെളിഞ്ഞു. അങ്ങോട്ട് തിരിച്ചു കിടക്കണം, തിരിച്ചു മറിച്ചുമൊക്കെ അവനെ കിടത്തി. അവന് വല്ലാതെ നിലവിളിയും കഴിച്ചിട്ടും തലയ്ക്കകത്ത് വേദന, മൂക്കിലൂടെ ബ്ലഡും പഴുപ്പും കൂടെയാണ് വരുന്നത്. ഇപ്പോൾ വേദന സംകാരികൾ മാത്രം കൊടുത്ത് അവനെ നിർത്തുന്നു. ഇതിൻ്റെ ബാക്കി പൈസ വരുന്നത് ഞാൻ അവന് മോർഫിൻ എന്ന് പറഞ്ഞ ഒരു ഗുളികയുണ്ട്, പിന്നെ മോക്സ്, ഈ സിറപ്പ് രണ്ടും അത്യാവശ്യം ഞാൻ അവന് വേദന സംകാരികൾ കൊടുത്താണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ എനിക്ക് ഈ മാർഗദീപം ചെയ്തു തന്നിരിക്കുന്ന ഈ വലിയ നന്മ അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരും എന്നെ സഹായിക്കാനില്ലാത്ത സമയത്താണ് എൻ്റെ കരങ്ങളിൽ ദൈവം തന്നത്. അതോർത്ത് എൻ്റെ ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. മാർഗദീപത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും വിദേശത്തുള്ള ദൈവമക്കളെ ഇവിടെ ആയിരിക്കുന്ന ദേവദാസന്മാരെ അവരുടെ ശുശ്രൂഷകളെ ഒറ്റ ദിവസം പോലും പ്രാർത്ഥിക്കാതെ ഞാൻ ഇരിക്കത്തില്ല. എപ്പോൾ പ്രാർത്ഥിക്കാതിരുന്നാലും ജോലിയോടും രാവിലെ ആകുമ്പോഴും പറയും സ്കൂളിൽ പോകാനാണ്. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയും. എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ആ അമ്മയുടെ വിഷമങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊന്നും അതിൽ 7 അല്ലത്ത് പോലും എത്തിയിട്ടില്ല എൻ്റെ ഇതിൽ. പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചത്, അച്ഛന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പം 10 വർഷമായി. ആദ്യമായിട്ടാണ് എനിക്ക് മാർഗദീപത്തെ ഒരു അങ്കിള് പരിചയപ്പെടുത്തിയതാണ്. ഈ സാറിനെയും എല്ലാവരും ഞങ്ങളുമായിട്ട് അന്ന് തൊട്ട് എനിക്ക് എൻ്റെ പഠിക്കാനുള്ള എല്ലാ സഹായങ്ങളും എല്ലാം നല്ലൊരു കയറ്റാനായിട്ട് മാർഗദീപം ഇപ്പോഴും കൂടുന്നുണ്ട്. പിന്നെ ഞാൻ +2 കഴിഞ്ഞു. മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞ് കൈ പിടിച്ചിട്ട് എൻ്റെ ആഗ്രഹം ഇനി ഒരു ഡോക്ടറാക്കാനാണ്. പക്ഷെ അത് സാധിക്കാതെ പോയല്ലോ എന്നുള്ള വിഷമമുണ്ട്. അത് കൈയൊന്ന് ശരിക്കും മുറുക്കി പിടിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യ വിഷമം എന്തൊക്കെയാണ് അച്ഛയുടെ കൈ തട്ടി താഴോട്ടിട്ട്. അപ്പോൾ ആണെന്ന് കരകൾ മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ അച്ഛനെ ഒന്നും മിണ്ടിയിട്ടില്ല. ആ ഒരു ഇത് വെച്ച് ഞാൻ 8ാം ക്ലാസ് തൊട്ട്
എൻ്റെ ആഗ്രഹമായിരുന്നു. എങ്ങനെയെങ്കിലും ഡോക്ടറാകുന്നുള്ളത്. അതിനുവേണ്ടി തന്നെ ഞാൻ പഠിച്ചു. പക്ഷെ +2 കഴിഞ്ഞ് 1 വർഷം എൻട്രൻസിന് വേണ്ടി ഞാൻ പഠിച്ചു. എന്തോ അതെനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് കിട്ടുന്ന നല്ല പ്രതീക്ഷയായിരുന്നു. പക്ഷെ എന്തോ ദൈവം എനിക്ക് തന്നില്ല. കമ്പ്യൂട്ടറിന് പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ വർഷം കൂടെ ദൈവം എന്നെ സഹായിക്കും. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നിറവേറുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ അമ്മയ്ക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റത്തില്ല. അമ്മയ്ക്ക് നട്ടലിന് ചെറിയ പ്രശ്നമുണ്ട്. ഡിസ്ക് പോയി 2 വർഷം അച്ചായി ഉള്ളപ്പം ഇതിട്ട് കിടന്ന് ബെൽറ്റിട്ട് കിടന്ന ഒരാളാണ്. ഇവിടെ കടന്നു വന്ന വാത്സല്യ പ്രിയപ്പെട്ടവർ അവരുടെ അനുഭവങ്ങളിലൂടെ പറഞ്ഞ വാക്കുകൾ ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ ശ്രേഷ്ഠത എത്ര വലിയത് എന്നെനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുണ്ട്. ഷെറിൻ എഞ്ചിനീയറിംഗ് 3ാം വർഷ വിദ്യാർത്ഥിയാണ്. SSLC പരീക്ഷയിലും അതുപോലെ +2 പരീക്ഷയിലും ഉയർന്ന മാർക്ക് നേടി പാസ്സായ മാർഗദീപത്തിൻ്റെ കുടുംബാംഗമാണ് ഷെറിൻ. പിതാവ് 6 വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ രോഗത്തെ തുടർന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മാർഗദീപം ഫുൾ പേയ്മെന്റ് ചെയ്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായിക്കുന്ന 2 കുട്ടികളിൽ ഒരാളാണ് ഷെറിൻ പി ഷാജി. എൻ്റെ പേര് ഷെറിൻ പി ഷാജി. കഴിഞ്ഞ 6 വർഷത്തിൽ പരമായിട്ട് മാർഗദീപം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കോളേജ് പഠനത്തിനാവശ്യമായ, അതായത് എഞ്ചിനീയറിംഗ് പഠനത്തിനാവശ്യമായ ഫുൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് മാർഗദീപമാണ്. മാർഗദീപം ഇല്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് പഠിക്കാൻ കഴിയത്തില്ലായിരുന്നു. അത്രയ്ക്കും വലിയ സഹായമാണ് മാർഗദീപം ഞങ്ങൾക്ക് ചെയ്യുന്നത്. ഞാനും മമ്മിയും അനിയത്തി അടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. 6 വർഷത്തിന് മുമ്പ് എൻ്റെ പപ്പ ക്യാൻസർ ബാധിതനായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം ദൈവം ഞങ്ങളെ ഇത്രത്തോളം നടത്തുന്നു. അതിൻ്റെ പ്രധാന ഘടകം മാർഗദീപം തന്നെയാണ്. മാർഗദീപത്തിൻ്റെ സഹായം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. തുടർന്നും എൻ്റെ പഠനം കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമ്പോൾ ഞാൻ മാർഗദീപത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സഹായത്തിനപ്പുറം മറ്റു പല ക്ഷേമപ്രവർത്തനങ്ങൾക്കും കരം നീട്ടുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം മാർഗദീപത്തെ ഉപയോഗിച്ചു. നിർധനർക്കുള്ള ഭവന നിർമ്മാണം, പോഷകാഹാര കിറ്റ് വിതരണങ്ങൾ, പഠനോപകരണ വിതരണം തുടങ്ങി അനവധി മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ മാർഗദീപത്തിന് കഴിഞ്ഞു. കൊല്ലം ജില്ലയിലെ കിഴക്കേക്കല്ലടയിലുള്ള ബിജുമോൻ്റെയും ബിജിമോളുടെയും കുടുംബം തികച്ചും ദരിദ്രമായ പശ്ചാത്തലമുള്ള കുടുംബമാണ്. ജന്മന പോളിയോ ബാധിതനായി കാലിന് സ്വാധീനം നഷ്ടപ്പെട്ട പിതാവും ഹൃദയം, കിഡ്നി സംബന്ധമായ രോഗമുള്ള മകനും ഇങ്ങനെ വളരെ തീവ്രമായ വേദനകളിലൂടെ കടന്നുപോകുന്ന കുടുംബമാണിത്. മാതാവ് സമീപത്തുള്ള കശുവണ്ടി ഫാക്ടറിയിൽ തുച്ഛവേതനത്തിന് പണിയെടുത്ത് ജീവിതം പുലർത്തുവാൻ പെടാപ്പാടുപെടുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. മാർഗദീപം കഴിഞ്ഞ 3 വർഷമായി സപ്പോർട്ട് ചെയ്യുന്ന ബിജിമോളുടെയും ബിജിമോൻ്റെയും ഭവനാങ്കണമാണിത്. പ്രിയ ബിജിമോൻ്റെയും ബിജിമോളുടെയും പിതാവ് ചെറുപ്രായത്തിൽ തന്നെ പോളിയോ ബാധിതനായി കാലിന് സ്വാധീനമില്ലാത്ത ഒരു വ്യക്തിയാണ്. പ്രിയ മാതാവ് കശുവണ്ടി ഫാക്ടറി തൊഴിൽ ചെയ്താണ് ഈ കുടുംബം പോറ്റി വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർഗദീപം ഈ കുടുംബത്തെ തേടി വരികയും മാർഗദീപത്തിൻ്റെ സഹായത്താലാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. ബിജുമോൻ കിഡ്നിക്കും ഹാർട്ടിനും ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിച്ച് തിരുവനന്തപുരത്തുള്ള SATയിൽ ചികിത്സയിലാണ്. മാർഗദീപത്തിൻ്റെ സഹായം ഈ കുടുംബത്തിന് എങ്ങനെ പ്രയോജനകരമാകുന്നു? മാർഗദീപം നൽകുന്ന സഹായം ഏറ്റവും അനുഗ്രഹമാണ്. എനിക്ക് എൻ്റെ മോനാണെങ്കിൽ ഹാർട്ടിൻ്റെ അസുഖമുള്ള ആളാണ്. എനിക്ക് മോൻ്റെ ഇതിന് സഹായത്തിന് രോഗ ചികിത്സയ്ക്ക് വേണ്ടി തരുന്നത് ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ്. ഞാൻ പോളിയോ ബാധിച്ച ഒരു രോഗിയാണ്. എനിക്കിപ്പം ജോലിയൊന്നും ചെയ്യാൻ വയ്യ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മാർഗദീപത്തിൻ്റെ ഈ സഹായം ഞങ്ങളുടെ ഭാഷ വീട്ടിൽ വരികയും ഞങ്ങളെ കാണുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് നൽകുന്ന സഹായം ഏറ്റവും അനുഗ്രഹമാണ്. ഞങ്ങളുടെ ഭാര്യയ്ക്കാണെങ്കിൽ സുഖമില്ലാത്തതാണ്. പിന്നെ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നൽകുന്ന മാർഗദീപം നൽകുന്ന സഹായം ഒരു അനുഗ്രഹമാണ്. പ്രിയരെ, വഴിയറിയാതെ പതറുന്ന പഥികന് മാർഗദീപമാവണം എന്നതാണ് നമ്മുടെ ദർശനം. നമ്മുടെ മുമ്പിൽ വന്നുപെടുന്ന വിതുമ്പുന്ന മുഖങ്ങളെ അവഗണിക്കുവാൻ നമുക്കാവില്ല. ലോകത്തിൻ്റെ സാധ്യതകൾ നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് സഹജീവികൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്.
സ്വാർത്ഥതയുടെ പുറംതോടുകൾ പൊളിച്ചെറിഞ്ഞ് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുവാൻ നാം പുറപ്പെടുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവിന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള മനോഗതം അർത്ഥവത്തായി മാറുകയാണ്. അതെ, മാർഗദീപം നിസ്വാർത്ഥതയുടെ പര്യായമാണ്. നമുക്ക് പുറപ്പെടാം. ഇനിയും വഴിയിൽ തളർന്നു വീഴുന്ന അനേകരുണ്ട്. അവർ നമ്മെ കാത്തിരിക്കുന്നു. യേശുവിന്റെ സ്നേഹം പ്രവൃത്തിയിലൂടെ ലോകത്തിന് കാട്ടുവാൻ മാർഗദീപത്തോടൊപ്പം സഞ്ചരിക്കാം. ദൈവം